യഥാർത്ഥ ഒരു മുസ്ലിം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തി, അള്ളാഹുവിന്റെ പൊരുത്തം കൈപ്പറ്റുക എന്നതാണ്. അത് ഓരോ കാര്യങ്ങളിലും ഓരോ പ്രവർത്തികളിലും അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് ഏവർക്കും വേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു ചെറിയൊരു ചരിത്രം നമുക്കൊന്ന് വിശദീകരിക്കാം. مولاي صل وسلم دائما أبدا على حبيبك. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്ത് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ട് എന്ന്. ഉടൻ തന്നെ പ്രവാചകൻ അവിടെ നിന്ന് ഒരു സഹാബയോട് പറഞ്ഞ്, എന്റെ ഭാര്യമാരുടെ വീട്ടിലേക്ക് പോയി അന്വേഷിക്കുക, അവിടെ വല്ലതും ഭക്ഷിക്കാൻ കഴിക്കാൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വരാനെന്ന്. അങ്ങനെ ഒരു സഹാബി അവിടെ നിന്ന് നേരെ എല്ലാ ഭാര്യമാരുടെ വീട്ടിൽ പോയതിനു ശേഷം തിരിച്ചു വന്ന വാർത്ത എന്ന് പറയുന്നത്, എല്ലാ ഭാര്യമാരുടെ വീട്ടിലും വെള്ളമല്ലാതെ കഴിക്കാനായിട്ട് ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നിരുന്ന എല്ലാ സഹാബികളോടും പറഞ്ഞു, ഇന്ന് ഈ വ്യക്തിയെ, ഇദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത് നിങ്ങളിൽ ആരാണെന്ന്. ഉടൻ തന്നെ അൻസാരിയായ ഒരു സഹാബി കൈപൊക്കുകയും ഞാൻ അദ്ദേഹത്തെ ഏറ്റെടുക്കാം എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. ശേഷം ആ അൻസാരിയായ സഹാബി അദ്ദേഹത്തെയും കൂടെ കൂട്ടി നേരെ ആ സഹാബിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ആ സഹാബി ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ഇവിടെ ഇദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്ന്. ഉടൻ തന്നെ അവിടെ നിന്നിരുന്ന ആ ഭാര്യ ആ ഒരു സഹാബിയോട് പറഞ്ഞത്, നമ്മുടെ 2 മക്കൾക്ക് കൊടുക്കാനല്ലാതെ വേറൊന്നും നമ്മൾക്ക് പോലും ഭക്ഷിക്കാൻ, നമ്മൾക്ക് പോലും കഴിക്കാനായിട്ട് ഈ വീട്ടിൽ ഒന്നുമില്ല എന്നാണ്. ഉടൻ തന്നെ ആ സഹാബി പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്, ആ 2 മക്കളെയും പെട്ടെന്ന് കിടത്തി ഉറക്കുക, ഉറങ്ങിക്കഴിഞ്ഞാൽ ആ മക്കൾക്ക് പിന്നെ വിശക്കില്ലല്ലോ എന്നായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ആ മക്കളുടെ ഉമ്മയായ ആ അദ്ദേഹത്തിന്റെ ഭാര്യ അത് ചെയ്യുകയും ചെയ്തു. ഉടൻ തന്നെ മക്കളെ 2 പേരെയും കേറ്റി കിടത്തി ഉറക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ സഹാബി ആ ഭാര്യയോട് പറഞ്ഞു, ശേഷം നീ പെട്ടെന്ന് തന്നെ മുമ്പിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് ഭക്ഷണം വിളമ്പാനായിട്ട് പോവുകയും പെട്ടെന്ന് തന്നെ വിളക്ക് നന്നാക്കാൻ എന്നൊരു പേര് പറഞ്ഞുകൊണ്ട് വിളക്കിന്റെ അടുത്ത് പോവുകയും വിളക്കിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ്, പ്രശ്നം വന്നെന്ന് പറഞ്ഞ് വിളക്ക് അണയ്ക്കുകയും ചെയ്യുക എന്ന്. അതോടുകൂടി ആ ഒരു വീട്ടിൽ മുഴുവനും ഇരുട്ട് കയറി നിറയുകയാണ്. ആ ഇരുട്ടത്തിരുന്ന് നീ ഞങ്ങൾക്ക് 2 പേർക്കും ഭക്ഷണം വിളമ്പി തരുക, എനിക്ക് തരാൻ ഭക്ഷണം ഇല്ല എങ്കിൽ പോലും എനിക്കും വിളമ്പുന്നതായി അഭിനയിച്ചാൽ മാത്രം മതി. ആ ഇരുട്ടായതുകൊണ്ട് ആ വന്നിരിക്കുന്ന അതിഥിക്ക് അറിയില്ലല്ലോ ഇവിടെ ഭക്ഷണം ഉണ്ടോ ഇല്ലയോ എന്നൊരു കാര്യം. ആ ഇരുട്ടത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഞാനും ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കാം. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടതായ ഭക്ഷണം കഴിക്കുകയും വയറ് നിറയുകയും ചെയ്യുമല്ലോ എന്നായിരുന്നു. അന്നത്തെ ദിവസം ആ വന്ന അതിഥിക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തുകൊണ്ട് ആ ഒരു കുടുംബമാണ് ഫുള്ള് പട്ടിണിയിലായത്. ശേഷം പിറ്റേന്ന് സുബഹി നിസ്കരിക്കാനായിട്ട് ഈ അൻസാരിയായ സഹാബി പള്ളിയിലേക്ക് പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അൻസാരിയായ സഹാബി ഒന്ന് വിളിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ നിങ്ങൾ കാണിച്ചു വെച്ച ആ ഒരു പ്രവൃത്തി അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി, അള്ളാഹുവിന് ഒരുപാട് തൃപ്തികരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇന്നലെ നിങ്ങൾ കാഴ്ചവെച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയോട് പറയുകയുണ്ടായി. ഉടൻ തന്നെ ഇത് കേട്ടതോടെ വളരെ സന്തോഷം വരികയും അത്രയും നേരം പട്ടിണിയിൽ കിടന്ന് ആ ഒരു വിശപ്പ് സഹിച്ച ആ ഒരു സഹാബിക്ക് ഈ ഒരു സന്തോഷ വാർത്ത കേട്ടതോടുകൂടി ആ ഒരു വിശപ്പ് തന്നെ മാറിപ്പോവുകയാണ് ചെയ്തത്. ഇതിലൂടെ മനസ്സിലാകുന്നത് ആ ഒരു അതിഥിക്ക് ആരാണെന്നോ എന്താണെന്നോ എവിടെ നിന്നാണെന്നോ എന്ന് പോലും അറിയാത്ത അതിഥിയായിട്ട് വന്ന ആ ഒരു വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുകയും പട്ടിണിയിലായ ആ ഒരു കുടുംബവും അത്രയും സാക്രിഫൈസ്, അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് എന്തിനാണ് ആ അതിഥിക്ക് എല്ലാ ഭക്ഷണവും കൊടുത്തത്? കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ഈ ഒരു പ്രവൃത്തിക്ക് വളരെയേറെ വില കൂടിയ ദർജയാണ് ഉള്ളതെന്ന് ആ സഹാബിക്ക് അറിയായിരുന്നു. ഇതെല്ലാം വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. ഇതെല്ലാം സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇതിലൂടെ എല്ലാം നമുക്ക് ഓരോ പാഠങ്ങളും പഠിക്കാനായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള ഒരുപാട് അറിവുകൾ അറിയാനും അതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ട് അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കും.